മൈദയൊന്നും ഇല്ലാണ്ട് ഒരു അടിപൊളി ഗ്ലൂട്ടൻ ഫ്രീ ബിസ്ക്കറ്റിന്റെ റെസിപ്പി ആണ് ഇത് ചെയ്യാൻ പോണത്. ലെറ്റ്സ് ഗോ. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ നല്ല ക്രീമി പീനട്ട് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 240 ഗ്രാം വരും കേട്ടോ. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വീറ്റ്നർ ഇട്ട് കൊടുക്കാം. ഗ്രാം കണക്കാണെങ്കിൽ ഒരു 200 ഗ്രാം വരും. ഞാനിവിടെ എന്റെ വക 1 ടേബിൾ സ്പൂൺ അൺഫ്ലേവേർഡ് വേ പ്രോട്ടീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് തികച്ചും ഓപ്ഷനിലാണ്. ഇനി ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിട്ട് എല്ലാം കൂടെ നല്ലോണം ഇളക്കി പിന്നെ ഇത് ഈ ഒരു ലെവൽ എത്തി കഴിയുമ്പോൾ നമുക്ക് നിർത്താം കേട്ടോ. കറക്റ്റ് ഇത് നല്ല കുക്കിഡോ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേയുടെ മേളിൽ പാർച്ച്മെന്റ് പേപ്പർ ഇട്ട് 40 ഗ്രാം കുക്കിഡോ ബോൾസ് ഇതേപോലെ നല്ല ഷേപ്പ് ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഈ ബാച്ചിൽ എനിക്ക് കറക്റ്റ് 8 കുക്കീസ് കിട്ടി കേട്ടോ. ഇനി കൈകൊണ്ട് ഇതേപോലെ ചെറുതായിട്ട് അമർത്തിയിട്ട് ഫോർക്കൊണ്ട് ഇതേപോലെ നല്ല ഡിസൈൻ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നിർബന്ധമൊന്നുമില്ല, എന്നാലും കാണാനൊരു ഭംഗിക്ക്. ഇനി കുക്കീസ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 380 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ് കുക്ക് ചെയ്ത് എടുക്കാം കേട്ടോ. ഇത് നോക്കിയേ നല്ല വലിപ്പമൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇതിന്റെ ചൂടൊക്കെ ആറി കഴിയുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. ഇത് സാധാരണ ബിസ്ക്കറ്റ് പോലെ തന്നെ കേട്ടോ. അത്ര പെർഫെക്റ്റ് ആയിട്ട് വരുന്നു ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അടിപൊളി കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഓ മാൻ. അപ്പൊ നിങ്ങളൊരു ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് ഒക്കെ ചെയ്യാൻ നോക്കുവാണെങ്കിൽ ഈ ബിസ്ക്കറ്റ് ഒരു പെർഫെക്റ്റ് ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. യൂഷ്വലി പീനട്ട് ബട്ടർ കുക്കീസ് ഒക്കെ നല്ല സോഫ്റ്റ് ആൻഡ് ചങ്കി ആയിരിക്കും ഉള്ളില്. ചെറിയൊരു ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രോട്ടീൻ പൗഡർ ആഡ് ചെയ്തത്. പ്രോട്ടീൻ ഹീറ്റ് ആയി കഴിയുമ്പോൾ അത് ഭയങ്കര ഹാർഡ് ആവും. അപ്പൊ നമ്മൾ ഇടുന്ന പ്രൊപ്പോർഷൻ കറക്റ്റ് ആയിരിക്കണം. ഒരുപാട് ആയി കഴിഞ്ഞാൽ ഭയങ്കര കട്ട് ചെയ്ത് പോകും. അപ്പൊ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി.